നമ്മൾ 3 വർഷം മുമ്പ് തപസ് ഇവിടെ ആദ്യമായിട്ട് ക്രമീകരിക്കാനായിട്ട് ശരിക്കും അന്ന് ദൈവം ജോൺസനെ തെരഞ്ഞെടുത്തു. അതിനുശേഷം വളരെ സജീവമായി അനേകര് ഒന്നിച്ചുകൂടി ജോയിസും രാജുവും എല്ലാവരും ഒരുമിച്ച് കൂടിയെങ്കിലും ആ ഗ്രൂപ്പിനെ ഒന്ന് ജീവനോടെ നിലനിർത്താൻ ഇപ്പൊ പാരീഷിന്റെ ചുമതലയും മറ്റിടവുകളും മറ്റ് ശുശ്രൂഷകളും ശാലോത്തിന്റെ ഉത്തരവാദിത്വം എല്ലാം വന്നെങ്കിലും തപസ് കൊടുത്ത ആ ചൈതന്യത്തിൽ നിലനിൽക്കാനും അതിൽ കൂടുതൽ ദൈവ സ്നേഹത്തിലേക്ക് വരാനും അനേകരെ നമ്മുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാനും കർത്താവ് തെരഞ്ഞെടുത്തൊരു ഉപകരണമാണ്. ജോൺസന്റെ അത്തരങ്ങളിലൂടെ ഈശോ സംസാരിക്കാൻ നമുക്ക് ഈ മകനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കരമുയർത്തി സ്വർഗീയ നമുക്ക് സ്തുതിക്കാം. പാപമില്ല എന്ന്
വാദിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏനോ നിയമക്കനുസരിച്ച് മുന്നോട്ട് പോവുക, മറ്റുള്ള കുഴപ്പമൊന്നുമില്ലാത്ത തെറ്റുകളൊക്കെ ചെയ്യാം, അതൊന്നും പാപത്തിൽ പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മുടെ മക്കളുടെ അടുത്ത് ഈ പാപത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അവർക്ക് മനസ്സിലാകാത്ത കാരണം അവിടെ സ്കൂളിലും അവരുടെ മറ്റ് ഇടപെടുന്ന വ്യക്തികളിലും അവർ കേൾക്കുന്നത് ഇതൊന്നും പാപമല്ല. വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുക, ആ ഒരു ഉത്തരം നമ്മളോട് പറയുമ്പോൾ അവരുടെ നമ്മൾ എന്താ പറയുക? പാപമൊന്നും കുഴപ്പമില്ലാത്ത ഒരു സമൂഹത്തിൽ പാപം ചെയ്യുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പാപത്തെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 1 ജോൺ 3:4. ജോഹന്നാന്റെ നിങ്ങൾ ദയവായിട്ട് ബൈബിൾ ഉള്ളവര്, for the kids I will say it in English, then I will say it in Malayalam, so that way at least we can know it part. 1 John chapter 3 verses 4. ആദ്യം കിട്ടിയെങ്കിലും വിളിച്ചു പറയാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വായിക്കാം. Praise the Lord. Everyone who commits sin is guilty of lawlessness. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, എന്താണ് നിയമം? അല്ലെ, ഈ നിയമം ലംഘിക്കുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ എന്താണ് ഞാൻ ലംഘിക്കുന്നത് എന്ന് നമുക്കറിയണമല്ലോ. അതിന് ഉത്തരമായിട്ട് ജോൺ 13:34, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 34-ാമത്തെ വചനം. A new commandment I give to you, that you love one another. ഒരു പുതിയ നിയമം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവവും എനിക്ക് സ്നേഹിക്കാനായിട്ട് ദൈവം തന്ന എന്റെ സഹോദരനും സഹോദരിക്കും എതിരെ ഞാൻ ചെയ്യുന്ന തെറ്റുകളാണ്, കുറ്റങ്ങളാണ് പാവമെന്ന് ബൈബിൾ ഞാൻ നിങ്ങളുടെ കൂടെ ഈ രാജ്യത്ത് ജനിച്ചവർ എത്ര പേരുണ്ട്, അതോ പുറത്തുനിന്ന് വന്നവർ എത്ര പേരുണ്ട്? ഈ രാജ്യത്ത് ഇമിഗ്രേറ്റ് വരുന്നത് ദൈവത്തെ ഒറ്റധികം പേരും ഇമിഗ്രേറ്റ് വന്നവരാണ്. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത 1-2 കാര്യത്തിൽ ഒന്ന് നമ്മൾ ഹെൽത്ത് കാർഡ് എടുത്തു, പിന്നെ എന്തെടുത്തെന്ന് പറയും, സിം കാർഡ് എടുത്തു അല്ലേ? ഈ ഒരു സംഭവം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഈ സിം കാർഡിനെ പറ്റി പറയുന്നു. അപ്പൊ കേട്ടിരുന്നത് നമ്മൾ അറിയാതെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പറിനെ നമ്മൾ അറിയാതെ പറയുന്നത് സിം കാർഡ് എന്നാണ്. അപ്പൊ നാട്ടിൽ ചെന്നപ്പോ ഞാൻ സുഹൃത്തുക്കളായിട്ട് പറയായിരുന്നു, ഇപ്പൊ നാട്ടിലൊക്കെ ആയിട്ടെങ്കിലോ കാർഡുകൾ പറയും, ഇവിടെ വന്നാല് നമുക്ക് സിം കാർഡ് ഉണ്ട്, അതനുസരിച്ച് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യും സിം കാർഡ് വേണം. ഇതിങ്ങനെ കേട്ടിരിക്കുന്ന സുഹൃത്തിന്റെ വാ പിടിച്ചിരിക്കുക, ഓ സിമ്മിന് കാണുന്നു. അപ്പൊ അവൻ വിചാരിച്ച ഇതാണ്, പണ്ടൊക്കെ മദ്രാസില് ഈ മദ്യത്തിനൊരു നിയമം ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ അതിന് എക്സെപ്ഷൻ ആയിട്ട് ഡോക്ടർമാർക്ക് അങ്ങനത്തെ വലിയ വലിയ ആളുകൾക്കൊക്കെ ഒരു കാർഡ് കൊടുത്തിരുന്നു. അപ്പൊ അവർക്ക് മദ്യം വാങ്ങിക്കാം, ആ കാർഡ് കൊടുത്തിരുന്നു. അപ്പൊ ഇവ വിചാരിച്ച എന്തെന്ന് വെച്ചാൽ ഈ കാർഡ് കിട്ടിയാൽ ഈ കാര്യം വന്ന് പറഞ്ഞ പോലെ പലരുടെയും പ്രവർത്തികൾ കാണുമ്പോൾ, പലരുടെയും ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു സിംകാർഡ് കിട്ടിയ പോലെ നമ്മൾ പലരും പെരുമാറുന്നത്. നാട്ടില് നമ്മൾ പലതും ചെയ്തിരുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല. നാട്ടറ്റ്ലീസ്റ്റ് നമ്മൾ എല്ലാ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും, ശരിയല്ലേ? ഇവിടെ വരുമ്പോ ഓവർ ടൈം, വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ്, ഓവർ ടൈം കൊടുക്കോ? ഡെഫിനറ്റ്ലി ഓവർ ടൈം. കാരണം ഇരട്ടി ശമ്പളം കിട്ടുന്നത് അതുകൊണ്ട് കർത്താവിനെ അറിയാമല്ലോ. നമ്മളപ്പോ ഓൾറെഡി കർത്താവുമായിട്ട് കോംപ്രമൈസ് വന്നിട്ട് എന്റെ കർത്താവിനെ അറിയാം. സോ ഓൾറെഡി നമ്മൾ തന്നെ കർത്താവത്തിന് കൊടുത്തു അല്ലേ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നാട്ടില് ഞാൻ പണ്ട് മദ്യപിച്ചിരുന്ന ആളാണ്. മദ്യപിക്കുമ്പോ തന്നെ നമ്മളത് ഒരിക്കലും അപ്പനോ അമ്മ
അമ്മയോ വീട്ടുകാരൊന്നും അറിയരുത് എന്ന് നിർബന്ധം നമുക്കുണ്ട്. മദ്യപിക്കലേ തന്നെ അത് ആരറിയുന്നു. ഇവിടെ നേരെ തിരിച്ചല്ലേ, ഞാൻ മദ്യപിക്കുന്ന മാത്രം അറിയണമെന്ന് വാശിയില്ല. കാരണം ആരും വന്നാലും വികാരിച്ചം വന്നാലും കുഴപ്പമില്ല, ഏതച്ഛൻ വന്നാലും കുഴപ്പമില്ല, പാർട്ടിക്ക് പരസ്യമായിട്ടില്ലേ മദ്യപ്പെടുന്നത്. അപ്പൊ ഈ രാജ്യത്ത് വന്നപ്പോൾ സിൻ ഒരു കാടുള്ള പോലെ നമ്മൾ പെരുമാറും അല്ലേ? വിവാഹത്തിന് നേരത്തെ പറഞ്ഞോട്ടെ, വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് താമസിക്കുന്നത് പാപമാണ് എന്ന് നമ്മൾ പണ്ട് പഠിച്ചെങ്കിൽ ഈ രാജ്യം ഇല്ലേ? അപ്പോൾ നേരത്തെ ജോർജ് ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഒരു രാജ്യത്ത് നിങ്ങൾ പുതിയതായിട്ട് വരുമ്പോ ഡിയൂട്രോണമിയിലെ നിയമാവർത്തന പുസ്തകത്തില് 18-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം, ഒരു പുതിയ രാജ്യത്ത് നിങ്ങൾക്കായിട്ട് ദൈവം ഒരു ദേശം വരുമ്പോ ആ ദേശത്തെ എല്ലാ ദുരാചാരങ്ങളും സ്വീകരിക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ വളരുമ്പോൾ തന്നെ വിദേശത്ത് പോകാൻ നമ്മളെ ട്രെയിൻ ചെയ്യും. When you are in Rome, try to be, Roman. When you eat the chair, make sure that you eat the middle part. കാരണം നമ്മൾ അങ്ങനെ പഠിച്ചു. അതായത് നമ്മൾ എത്രമാത്രം മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകാൻ നമ്മളെ എത്രമാത്രം പ്രാപ്തരായിട്ടില്ല നമ്മുടെ നാട്ടിൽ കുട്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ മംഗ്ലീഷ് പറഞ്ഞ് ഇവരെ ഇംപ്രസ് ചെയ്യാൻ നോക്കി നമ്മളത് ജീവിക്കുക. ഇംഗ്ലീഷ് പറയുന്നത് നല്ലതാണ്, ഇംപ്രസ് ചെയ്യുന്നതാണ്. പക്ഷെ പാപം ചെയ്ത് നമ്മൾ ആരെയും ഇംപ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ബൈബിളിൽ നമ്മൾ നോക്കുമ്പോ ആദ്യത്തെ പാപം ചുമന്നവരെന്ന് പറയും. പാപത്തെ പറ്റി സംസാരിക്കുന്ന ബൈബിൾ വചനം തുറന്നവരെന്ന് പറയും. നിങ്ങൾ ആദ്യമായിട്ട് ജ്ഞാനം കൊണ്ട് വ്യക്തികളെ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് ബൈബിൾ സപ്പോസ് ടു ബി തപസ്യാണ്. ആദ്യത്തെ പുസ്തകത്തെ ബൈബിളിൽ അന്ന് ഉൽപ്പത്തിയിലാണ് ഈ പാപം. ജനസിസ് 3-ാമത്തെ അധ്യായം, ജനസിസ് 3:1-30. നമുക്കെല്ലാവരും അറിയുന്ന സംഭവം അല്ലെ? ആദവും ഹവ്വയും ദൈവത്തെ ധിക്കരിച്ച് പാപം ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെ? നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് നമുക്ക് അതിലേക്ക് സ്റ്റെപ്പായിട്ട് പോയി നോക്കാം. ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുത്. ഈ വൃക്ഷത്തിന്റെ ഈ ആപ്പിള് നോക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. ഇവർക്ക് നല്ല ബോധ്യം, നിങ്ങൾക്ക് നല്ല ബോധ്യം തോന്നില്ല. അപ്പൊ ആപ്പിള് നോക്കരുതെന്ന് പറഞ്ഞു കർത്താവ്. സ്മെല്ല് ചെയ്തെന്ന് പറഞ്ഞു ഇല്ലല്ല. തൊടരുന്ന് പറഞ്ഞു ആരൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ? നമുക്ക് ഇതേ ന്യായം അന്ന് പിശാച് പറഞ്ഞ അതേ ന്യായം നമ്മൾ പറയണം. ഭർത്താവ് പറയണം, നമ്മളിതേ ക്രിസ്മസിന് ഒരുപാട് പൈസ ചിലവഴിക്കല്ലേ, ഈ ഒരു 3 മാസത്തേക്ക് ഞാൻ ലേഡീസിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ പുരുഷന്മാരെ വേണമെങ്കിൽ പറയാം. ജസ്റ്റ് തുടങ്ങാൻ എവിടെയും തുടങ്ങണ്ട, അതോട് പറഞ്ഞാണ്. നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയി ഒരുപാട് ഷോപ്പ് ചെയ്തത്. ഇനി ഒരു 3 മാസത്തേക്ക് നമുക്ക് ഷോപ്പിംഗ് വേണ്ട എന്നൊരു തീരുമാനം ഭർത്താവും ഭാര്യയും കൂടി എടുത്തു. കാരണം ഈ ബില്ലുകളൊക്കെ നടച്ചു തീർക്കുമ്പോ അങ്ങനെ പോവുകയാണ്. ഒരു കടയിൽ മനോഹരമായ ഒരു വസ്ത്രം. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്നോട് വസ്ത്രം വാങ്ങിക്കരുത് എന്നെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. നോക്കുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് ദേഹത്തൊന്ന് വെച്ച് നോക്കിയാൽ മിററിൽ എന്റെ ഭംഗി കാണുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? യെസ് ഓർ നോ? അപ്പോഴും ഓർമ്മ പൈസ ചെയ്തു. അപ്പൊ സേൽസുകൾ പറഞ്ഞു, യു ക്യാൻ യൂസ് യുവർ വിസ കാർഡ് മാസ്റ്റർ. അപ്പൊ ഭർത്താവ് ഇപ്പൊ പൈസ ഇല്ലാന്നൊക്കെ പറഞ്ഞു, പിന്നീട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാനിത് ലഭ്യതകളിൽ മധ്യത്തിലെ കാര്യം പറഞ്ഞു. പുരുഷന്മാർക്ക് ഇതിന് കൊടുത്തില്ലാന്ന് പരാതി പറയണ്ട, കഴിക്കില്ല, ഞാൻ കഴിക്കില്ല എന്ന് ആവശ്യപ്പിച്ചു. അവ ഇതൊന്നും മണത്തോക്കുന്നത് പോലെ കുഴപ്പമുണ്ടോ? കുടിക്കണ്ട. സെയിം അല്ലേ? ചുരുക്കത്തിൽ പറഞ്ഞ അന്ന് സാത്താൻ എങ്ങനെ നമ്മുടെ ഗ്രാൻഡ്മയും പറ്റിച്ചോ ആ പറ്റിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും. ഒരു വ്യത്യാസമില്ല. നമുക്ക് എല്ലാവർക്കും കലകുലത്തേക്ക് വെച്ചുകൊടുത്ത ശ്രദ്ധിച്ചേ.
വീട്ടില് ചുറ്റുപാട് നിങ്ങളൊരു പുതിയ താമസം മാറ്റുന്ന ഈ വാൻകൂറിലേക്ക് ഒരുപാട് പേരെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ വാൻകൂറിന്റെ സബർബില് ഒരു $2 മില്യൺ ഒരു വീടൊക്കെ വാങ്ങിച്ചു. ആ അടിപൊളി മൗണ്ടനെ നോക്കുന്നത് നല്ലൊരു മനോഹരമായ ഭവനം. ആ ഭവനത്തില് താമസിച്ച് 2 ദിവസം കഴിഞ്ഞ് പറയാണ്, വൈദ്യുതി ഈ രാത്രി ചിലപ്പോ ഒരു പേര് ഇതുപോലെ ഇങ്ങനെ പോകാറുണ്ട്, ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശാന്തമായിട്ട് കിടന്നു എങ്കിൽ ഞാൻ പറയുന്നു, ഈ ഹോളിന്റെ ചുറ്റുപാട് ഒരു സിംഹം നടത്തുന്നെന്ന് വിചാരിക്കുക. നിങ്ങള് പട്ടിണിയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കെന്റെ വിശന്നിട്ടെന്റെ വയറ് കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങും. എന്നിട്ടും ചിലർ ഉറങ്ങുന്നുണ്ട്. ഒന്ന് പത്രോസ് 5-ാം അധ്യായം 8-9 വളരെ കാര്യങ്ങൾ വായിച്ച് 1 Peter chapter 5, 8 and 9. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കാരണം ചിന്തിച്ചു നോക്കുക, 3 ദിവസം പട്ടിണി കിടന്ന് അച്ഛൻ പറഞ്ഞ പോലെ കർത്താവിനോടൊപ്പം നമ്മൾ വന്നിരിക്കുക. ആർക്കും ഇഷ്ടപ്പെടില്ല, അത് സാധാരണ ഇഷ്ടപ്പെടില്ല. അപ്പൊ ചുരുക്കത്തില് ദയവായിട്ട് വന്നിരിക്കുക. എന്റെ പ്രശ്നം കേൾക്കാൻ വേണ്ടിയിട്ടല്ല, കാരണം ഇവിടെ പറഞ്ഞ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോ എന്റെ അടുത്ത് സിംഹം പറയണെങ്കിൽ ഞാൻ കണ്ണോട് അറ്റ്ലീസ്റ്റ് ഞാൻ കയ്യിൽ കണിക്കില്ല സിംഹത്തിലെടുത്ത്. ഞാൻ ഉറങ്ങണെങ്കിലോ എന്റെ മോനെ തിന്നോ, ഞാൻ ഉറങ്ങണെന്ന് പറയാ. അപ്പൊ അതുകൊണ്ട് ദയവായി ഉണർന്നിരിക്കുക. എനിക്ക് വേണ്ടിയിട്ടല്ല, ആരെ വിഴുങ്ങണം എന്ന്. കാരണം സാധാരണ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മളോട് ചെയ്യുന്നത്. കാരണം കർത്താവിനോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, വിശുദ്ധിയിലൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന് മുമ്പിലിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. 3 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധി ഇരിക്കുമ്പോൾ നമ്മളിലേക്ക് ശക്തി വരും എന്ന് ഒരാൾക്ക് നല്ല ബോധ്യം. നമുക്ക് ബോധ്യമില്ലെങ്കിൽ പോലും നമുക്കറിയാലോ, ബൈബിളിൽ പലപ്പോഴും യേശു ആരാണെന്ന് സാധാരണ ജനത്തിന് അറിയില്ലെങ്കിൽ പോലും പിശാച് എപ്പോഴും എടുത്ത് പറയുന്നുണ്ട്, എന്നെ വിട്ടു പോവുക, നീ നസറേയനായ ഈശോയാകും അല്ലേ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ബോധ്യമില്ലെങ്കിലും ഒരാൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ നമ്മൾ നടക്കുന്നത് ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു, സാത്താന് ഇഷ്ടമില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് നമ്മള് ഈ പാപം ചെയ്യുന്നത്? എന്റെ കൂട്ടുകാരുടെ ജോലി സ്ഥലത്ത് പറയുന്നു, എല്ലാ നല്ല കാര്യവും പാപമുള്ള കർത്താവ്, എല്ലാ നല്ല കാര്യവും പാപമുള്ളൂ. ഇപ്പൊ പാപക്കേട് നീര് പിടിക്കുന്ന ഒരു പാവമായിരുന്നെങ്കിൽ എന്ത് എളുപ്പം അത് മാറ്റിവെക്കുക. ശരിയാണോ? ഇല്ലേ? പക്ഷെ വേറെ ചിലത് കുടിക്കാൻ സന്തോഷമുണ്ട്, പക്ഷെ അത് കുടിക്കാനാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ നല്ല സുഖങ്ങളിലും പാപം സംഭവം അറിയിക്കും. അത് അതിൻ്റെതായ രീതിയിലുള്ള പാപമില്ല, അതിൻ്റെതായ രീതിയിൽ അത് ചെയ്ത പാപം എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അതിനൊരു സുഖം അറിയാതെ ഒളിച്ചു വെച്ചുകൊണ്ട് നമ്മെ പലപ്പോഴും സാത്താൻ. അപ്പൊ എന്തുകൊണ്ട് നമ്മള് പാപം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. അതിനകത്ത് ഒരു ആകർഷണത ഇല്ലേ? ഒരു ആകർഷണത ഉള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, തുറന്ന് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ദേഹിയിലെ ആത്മ ആ വൃക്ഷത്തിന്റെ ഖനിയുടെ സൗന്ദര്യവും ഭംഗിയും ആ തിളക്കമൊക്കെ കണ്ടതുകൊണ്ടാണ് അതിലേക്ക് ആകർഷിക്കപ്പെട്ടത് അല്ലേ. ഒരു because of that, that shining fruits standing in the middle of there, they get attracted.
അപ്പൊ നമുക്ക് ഒരു ആകർഷത്തിൽ ഉള്ളതുകൊണ്ടാണ് പാപം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ഇല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പാപം ചെയ്യുന്ന നമ്മൾ സംഭവിക്കുക? നമ്മളൊന്ന് ചിന്തിച്ചു പോവുക. നമ്മള് ആദ്യമായിട്ട് ഭയം സംഭവിക്കുക. അവിടെ സംഭവിച്ചില്ലേ? ശരിയല്ലേ? നമ്മുടെ ഗ്രാമീണ സംഭവിച്ചെന്താ? അവർക്ക് ഭയം വന്നു. അവരാരും കുറ്റപ്പെടുത്തി അവർക്ക് ഭയം വന്നു. ശരിയല്ലേ? നമ്മളൊരു ഉദാഹരണം പറയുന്നത്, നമ്മുടെ മക്കള് ഹോംവർക്ക് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് വളരെ മോശമായി നിങ്ങൾക്ക് സാധിച്ചു, അവർക്ക് റിപ്പോർട്ട് കാർഡ് കിട്ടി, നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ തന്നെയും അവന് പിറ്റേ ദിവസം നമ്മൾ റിപ്പോർട്ട് കാർഡ് കണ്ടോ ഇല്ലെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും റിപ്പോർട്ട് കിട്ടിയിട്ട് പിറ്റേ ദിവസം നമ്മൾ സീരിയസ് ആയിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഉടനെ അവർക്ക് ചെറിയൊരു പേടിയാണ്. എന്തുകൊണ്ടാ? കർത്താവ് ഞാൻ ചെയ്തത് ഡാഡി കണ്ടുപിടിക്കുവോ ഇല്ലേ? പാപം അത് മാർക്ക് പറഞ്ഞ പാപമല്ല പറഞ്ഞു, ഉദാഹരണത്തിന് പറഞ്ഞത്. അപ്പൊ അതുപോലെ നമ്മൾ പാപം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഭയം സംഭവിക്കും. രണ്ടാമത്തെ കാര്യം എന്ത് സംഭവിക്കും? മാതാപിതാക്കളെ അവിടേക്ക് തിരിച്ചു പോകാം. എന്ത് സംഭവിക്കും? അവര് നെയ്ക്കടാന്ന് മനസ്സിലായി. ഈ ബൈബിളിനകത്ത് അവിടെ അവര് നഗ്നരാണ് ആരും പറഞ്ഞു. പിന്നെ പഠിക്കുന്നവർക്ക് നഗ്നരാന്ന് മനസ്സിലായത്. അവര് നഗ്നരാണെന്ന് അന്നേ ഒരു കുഴപ്പമുണ്ടായില്ലേ? അല്ലെ? ദൈവം ശിക്ഷിച്ചു. അവർക്ക് സ്വഭാവ ഓടിപ്പാടുകളുണ്ട്. ഇവിടെ നൂല് വീട്ടിലെ ആളുകൾ നടക്കുന്ന പോലെ അവർക്ക് യാതൊരു പ്രശ്നമുണ്ടായില്ലേ? പക്ഷേ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്ക് സംഭവിച്ചു. അവർക്ക് ഷെയിം വന്നു. അവരെ നെയ്ക്കടാന്ന് ഇല്ലേ? അപ്പൊ നമുക്ക് ഭയം വന്നു. പിന്നെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഷെയിം സംഭവിക്കും. നമ്മളെ കുറിച്ച് നമുക്ക് ഒരു നെഗറ്റീവ് ഫീൽ. നമുക്ക് എന്തോ മറ്റുള്ളവര് നമുക്ക് എന്തെങ്കിലും ഒരു ഷെയിം വന്നു കഴിയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കിയാൽ നമുക്ക് തോന്നുന്ന സംഭവിക്കില്ലേ? ഞാനൊരു പണ്ട് 15 വർഷം മുമ്പ് പ്രാർത്ഥന കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞിട്ട് പള്ളിക്ക് ഗസ്റ്റ്മെന്റ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കാലമാണ്. അപ്പൊ ഞാൻ പള്ളിയിൽ വല്ലപ്പോഴും പക്ഷെ മലയാളിക്ക് ആളാണെന്ന് നോക്കുന്നത് ഇവൻ ഏത് കാഫിയറാണ് നോക്കണം. മനസ്സിലായില്ലേ? അതായത് ഇവൻ പെന്തക്കോസ്തയിലേക്ക് പോയി തിരിച്ചു വരുന്ന ആള് പോലെയാണ് എന്നെ നോക്കിയിരുന്നത്. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒരു അപ്പൊ നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് ചെറിയൊരു ക്ഷീണം സംഭവിക്കും, പാപം സംഭവിക്കും. പാപം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയം വരുന്നു, നാണം വരുന്നു. മൂന്നാമത് വരുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു. നമുക്കറിയാലോ, ആ പുസ്തകത്തിൽ നമുക്ക് കാണാം, അവർ ദൈവം ഇല്ലാത്തവന്ന് അവരെന്ത് ചെയ്തു? അവര് കുറ്റിക്കാട്ടില് ഒളിച്ചു. നമ്മളപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം ഐസയ്യ chapter 59 verses 1 and 2. യേശയ്യ 59 1ഉം 2ഉം. വായിച്ചോളൂ. രക്ഷിക്കാൻ കഴിയാത്തതും കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്തതും അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നെയും നിന്നെയും ദൈവത്തെയും തമ്മിലാക്കിയിരിക്കുന്ന നിന്റെ പാപങ്ങൾ അവരുടെ മുഖം കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചിട്ടും കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയുമ്പോഴും എന്റെ ഹൃദയത്തില് ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കില്ല. നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല എന്നാണ് ബൈബിൾ പറഞ്ഞത്. ഞാൻ എന്നെ മുട്ടുകുത്തി എത്ര നേരം പ്രാർത്ഥിച്ചാലും, എന്റെ ഹൃദയം പൊട്ടി ഞാൻ കരഞ്ഞാലും, എന്റെ ഹൃദയത്തിന്
എന്ത് പറഞ്ഞു? ഗ്രാൻഡ്മ അല്ല ഗ്രാൻഡ് എന്ന് പറഞ്ഞു. ഇത് പണ്ട് ഒരുത്ത ആളെന്നെ പ്രസംഗിച്ചോണ്ടി ഉറങ്ങിയില്ല. കുറച്ച് കഴിയുമ്പോഴേക്കോ ആളുകൾ മനസ്സിലാക്കി പലരും ഉറങ്ങിയാല് ഞാൻ ചിലപ്പോൾ ചോദിക്കുകയും ആളുകൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്, ഇതിനകത്ത് ഞാനൊരു പങ്കാളിത്തം പറഞ്ഞോലെ ദയവായി നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കുന്നതും കൂടി മനസ്സിലായി. നമ്മെ ന്യായീകരിക്കാൻ നമ്മൾ നോക്കും. നമ്മുടെ ആദാമിനോട് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? നീ എനിക്ക് തന്ന സ്ത്രീ തമ്മിൽ അതാ ദൈവത്തിൽ. പണ്ട് അച്ഛൻ പറഞ്ഞ ഉറക്കുണ്ട്, ഞാൻ ക്ഷമിക്കും, പക്ഷേ ദൈവം എന്നോട് ക്ഷമിക്കും. ഞാൻ ദൈവത്തെക്കാൾ എത്രയോ മഹത്വമുള്ള, കാരണം എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും, പക്ഷേ ദൈവത്തിന് സാധിക്കാൻ സാധിക്കും. നമുക്ക് പറഞ്ഞ ആഴം മനസ്സിലായോ? നമ്മൾ പലപ്പോഴും പറയാറുള്ള ഞാൻ ക്ഷമിക്കും, പക്ഷെ എന്റെ ദൈവം എന്നോട് ക്ഷമിക്കില്ല. പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? അപ്പൊ നമ്മൾ ആലോചിക്കും, ദൈവം ഇവിടെ, നമ്മൾ ഇവിടെ എത്ര പേർക്ക് നമ്മൾ നിൽക്കുന്നത്, കാരണം ദൈവത്തെ സാധിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ സംഭവിച്ചേ, ദൈവം എനിക്ക് തുണയായി തന്ന ഈ സ്ത്രീ കാരണം ഞാൻ ഈ അവസ്ഥ വന്നു. അപ്പൊ നമ്മെ തന്നെ ടെസ്റ്റ് ചെയ്യണം. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ദൈവത്തെ അതിന് ബന്ധപ്പെട്ട് സ്ത്രീ നീ എനിക്ക് തന്നുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യ പഠിക്കുക. നമ്മൾ എന്താ ചെയ്ത് അത് ഇന്ന ആള് എന്റെ വിധത്തിൽ പെരുമാറിയുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആള് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കുട്ടികളോട് ചോദിച്ചു നോക്കിയേ, ശരിയല്ലേ? വലുതായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് എപ്പോഴും കണ്ടെത്താൻ ചിലർക്ക് ഓർക്കുന്നുണ്ട്, അവർക്കും മാറി എഴുതിയത് ശ്രദ്ധിക്കേണ്ട. നമുക്ക് എല്ലാവർക്കും